ഹലോ, അപ്പം വന്നിരിക്കുന്നത് 8 സിനിമകളുടെ OTT റിലീസ് ആയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ OTT റിലീസിലോട്ട് തന്നെ പോകാം. നമുക്ക് അതിന് നിമിഷം ലാതൊക്കെയായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. ആദ്യമേ തന്നെ കെവിൻ നായകനെ അഭിനയിച്ച തമിഴ് സിനിമയായ കിസ് എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. ഈ തമിഴ് സിനിമ ZEE5 നവംബർ മാസം 7 OTT റിലീസിന് പോകുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് കിസ് എന്ന സിനിമേൻ്റെ OTT റിലീസായിട്ട് നവംബർ മാസം 7 അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് ഡ്യൂഡ് എന്ന് പറഞ്ഞ പ്രദീപ് രംഗനാഥൻ മമിത ബൈജു അഭിനയിച്ച തമിഴ് സിനിമേൻ്റെയാണ്. സിനിമേൻ്റെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് മേടിച്ചിരിക്കുന്നത്. സിനിമ നെറ്റ്ഫ്ലിക്സിൽ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളിലായിട്ട് നവംബർ 14 സിനിമ OTT റിലീസിന് പോകുന്നത്. നമ്മുടെ ഡ്യൂഡ് എന്ന് പറഞ്ഞ പ്രദീപ് രംഗനാഥൻ സിനിമ ഒഫീഷ്യലായിട്ട് സിനിമ 100 കോടിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നവംബർ 14 സിനിമേൻ്റെ OTT റിലീസിന് നെറ്റ്ഫ്ലിക്സിലൂടെ. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് നമ്മുടെ കരം എന്ന് പറഞ്ഞാൽ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മലയാള സിനിമേൻ്റെയാണ്. ഓൾമോസ്റ്റ് ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ വളരെ മോശമായ ഒരു ബോക്സ് ഓഫീസ് ആണ്. എന്നാൽ പോലും സിനിമ OTT റിലീസിന് വരികയാണ്. ഇനി OTT റിലീസിന് ശേഷം നല്ല അഭിപ്രായങ്ങൾ നേടിയെടുക്കുമോ എന്ന് കാത്തിരിക്കുകയും ചെയ്യാം നമുക്ക്. മനോരമ മാക്സിലൂടെ നവംബർ 7 സിനിമ മലയാള ഭാഷയിൽ മാത്രമായിട്ട് OTT റിലീസിന് പോകുന്നത്. കാത്തിരിക്കാം നമുക്ക് നവംബർ 7. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് നമ്മുടെ മാർവലിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഫെന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ്. സിനിമേൻ്റെ ഇന്ത്യൻ OTT റിലീസ് അവകാശം നമ്മുടെ ജിയോ സ്റ്റാർ ആണ് മേടിച്ചിരിക്കുന്നത്. നവംബർ മാസം 5 സിനിമേൻ്റെ OTT റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ജിയോ സ്റ്റാർ. നവംബർ 5 ഇംഗ്ലീഷിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമായി ഡബ് ചെയ്ത് നമ്മുടെ ജിയോ സ്റ്റാർ വഴി സിനിമ OTT റിലീസിന് കൈമാറുകയാണ് നമ്മുടെ ജിയോ സ്റ്റാർ വഴി. കാത്തിരിക്കാം നമുക്ക്. അടുത്ത OTT അപ്ഡേറ്റ് ഒരു തമിഴ് സിനിമേൻ്റെയാണ് ബാഡ് ഗേൾ. സിനിമേൻ്റെ OTT അവകാശങ്ങൾ ജിയോ സ്റ്റാർ ആണ് മേടിച്ചിരിക്കുന്നത്. സിനിമ ഈ വരുന്ന നവംബർ 4 OTT റിലീസിന് പോകുന്നത് ജിയോ സ്റ്റാർ വഴി. അതും തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട്. എന്തായാലും ഈ ഒരു സിനിമയ്ക്കായിട്ടും കാത്തിരിക്കാം നമുക്ക് ബാഡ് ഗേൾ എന്ന് പറഞ്ഞ തമിഴ് സിനിമയ്ക്കായിട്ട്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വർഷം തമിഴിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു സ്പോർട്സ് സിനിമയാണ് നമ്മുടെ ബൈസൺ എന്ന് പറഞ്ഞ സിനിമ. ധ്രുവിക്രമാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രം അഭിനയിച്ചിരിക്കുന്നത്. സിനിമ ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ്റെ അല്ലെങ്കിൽ ധ്രുവിക്രമിൻ്റെ ആദ്യത്തെ ബോക്സ് ഓഫീസ് സക്സസ് ആയ ഒരു സിനിമയും കൂടിയാണ് ഇത് തിയേറ്ററുകളിൽ. ഈ ബൈസൺ എന്ന് പറഞ്ഞ സിനിമ ആര്യ സെൽവരാജാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു കബഡി പ്ലെയറിൻ്റെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. എന്തായാലും സിനിമേൻ്റെ OTT അവകാശം നെറ്റ്ഫ്ലിക്സ് ആണ് മേടിച്ചിരിക്കുന്നത്. സിനിമ നവംബർ മാസം 20 OTT റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പല ഭാഷകളിലായിട്ട്. കാത്തിരിക്കാൻ നമുക്ക് ബൈസൺ സിനിമേൻ്റെ OTT റിലീസിനായിട്ട്. അടുത്ത OTT അപ്ഡേറ്റ് ഒരു മലയാളം ഹൊറർ കോമഡി വെബ് സീരീസിൻ്റെയാണ്. ഇൻസെപ്ഷൻ ബംഗ്ലാവ് എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. നവംബർ 14 ZEE5 എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിലായിരിക്കും ഈ ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ചെയ്യാൻ ആരംഭിക്കുന്നത്. എന്തായാലും മലയാളത്തിൽ ആദ്യത്തെ ഒരു ഹൊറർ കോമഡി വെബ് സീരീസ് ആയിരിക്കും വരാൻ പോകുന്നത്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ഹിന്ദിയിലെ എക്കാലത്തെ മികച്ചൊരു വെബ് സീരീസ് ആണ് ഫാമിലി മാൻ എന്ന് പറഞ്ഞ വെബ് സീരീസ്. എന്തായാലും ഈ ഫാമിലി മാൻ്റെ ഏറ്റവും പുതിയ സീസൺ പുറത്തിറങ്ങാൻ പോവുകയാണ് നവംബർ മാസം. നവംബർ 21 ഫാമിലി മാൻ്റെ ഏറ്റവും പുതിയ വെബ് സീരീസ് പുറത്തിറങ്ങാൻ പോകുന്നത്. അതും നവംബർ 21. കാത്തിരിക്കുന്ന നമുക്ക് നമ്മുടെ ആമസോൺ പ്രൈമിൽ ഇതിൻ്റെ പുതിയ വെബ് സീരീസിനായിട്ട്. അതിന് പക്ഷേ ഇല്ലാതെ ഇത് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സബ്സ്ക്രിപ്ഷനിൽ കൂടുതൽ OTT സിനിമ വാർത്തകൾക്കായിട്ട്.